ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ബൈബിളിലെ സൗഖ്യം എന്നുള്ള വിഷയമാണ് ആധാരമാക്കുന്നത്. വിശുദ്ധ ബൈബിളിൻ്റെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ ഉരുവിടുമ്പോൾ തന്നെ അതിലുള്ള ശക്തി ദൈവത്താൽ ശരീരത്തിൽ വ്യാപരിക്കുകയും ശാരീരിക സൗഖ്യം, മാനസിക സൗഖ്യം, ആത്മിക സൗഖ്യം, സാമ്പത്തിക സൗഖ്യം ഒക്കെ ലഭിപ്പാൻ ഇടയായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് സൗഖ്യം എന്നത് വെറുമൊരു കെട്ടുകഥയല്ല. സൗഖ്യം എന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. വിശുദ്ധ ബൈബിൾ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നുമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ മനുഷ്യൻ്റെ ശരീരം പൊടിയിൽ നിന്ന് എടുത്തു. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ശരീരത്തിനുണ്ട്. ഇരുമ്പ്, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം മുതലായ ഘടകങ്ങൾ മണ്ണിലുള്ളതുപോലെ ശരീരത്തിലും ഉണ്ട്. എന്നാൽ അംശങ്ങളും ഘടകങ്ങളും വ്യത്യസ്തമാണെന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ ഘടകവ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യൻ രോഗികൾ ആകാറുണ്ട്. മനുഷ്യന് രോഗം വരത്തില്ല എന്നല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത്. രോഗം വരുന്നത് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൊക്കെ സംഭവിച്ചേക്കാം. പാരമ്പര്യ രോഗങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. അപ്പോൾ തന്നെ നാച്ചുറലായിട്ട് പ്രകൃതി ദത്തമായിട്ടുള്ള രോഗങ്ങളുണ്ട്, സാംക്രമിക രോഗങ്ങളുണ്ട്, പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. ഇതൊക്കെ ബൈബിൾ വെളിപ്പെടുത്തുമ്പോൾ അവയിൽ നമുക്ക് സൗഖ്യം തരുവാൻ ഏക പ്രതിവിധി ദൈവത്തിൻ്റെ വചനം മാത്രമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് നാം സൗഖ്യം പ്രാപിക്കുവാൻ ചെയ്യേണ്ട ഘടകങ്ങൾ? നാം ചെയ്യേണ്ട ഒന്നാമത്തെ ഘടകം ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അത് ദൈവം നീതിയായിട്ട് കണക്കിടും. വിശ്വസിക്കുന്ന ഒരാൾക്കാണ് സൗഖ്യം ഉണ്ടാകുന്നത്. വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭം മുതൽ അത്ഭുതങ്ങൾ തുടങ്ങുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത്ഭുതത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് വിശുദ്ധ ബൈബിളിൽ വിശ്വസിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം വിശുദ്ധ ബൈബിളിൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ഒന്ന്, സൗഖ്യത്തിന് വേണ്ടി ദൈവത്തിൽ വിശ്വസിക്കുക. രണ്ട്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ വിശ്വസിച്ച അബ്രഹാം അബിമലേക്കിൻ്റെ കുടുംബത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വിശ്വസിച്ച അബ്രഹാമിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചപ്പോൾ സൗഖ്യത്തിന് വേണ്ടി, അബിമലേക്കിൻ്റെ കുടുംബത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അബ്രഹാം പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. മറ്റൊരു ഭാഗത്തിൽ ലോത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വസിക്കുക എന്നുള്ളത് സൗഖ്യത്തിൻ്റെ ആദ്യ ഘടകമാണെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ സൗഖ്യത്തിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ഘടകമാണ്. പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യാക്കോബ് ഓടിപ്പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 28-21 അവൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ എന്നെ മടക്കി വരുത്തിയാൽ ഞാനിതൊക്കെ അങ്ങയ്ക്കു വേണ്ടി ചെയ്യാം എന്ന് അവനൊരു നേർച്ച നേരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. വീണ്ടും മോശ മിറിയാമിന് കുഷ്ഠം വന്നപ്പോൾ അവളുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കാലയളവ് കഴിഞ്ഞപ്പോൾ ദൈവം അവളെ സൗഖ്യമാക്കിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. വീണ്ടും നമുക്ക് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ, പുതിയ നിയമ പുസ്തകങ്ങളിലൊക്കെ അനേകരെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആകയാൽ സൗഖ്യം പ്രാപിക്കുവാൻ ഒന്നാമത് ദൈവത്തിൽ വിശ്വസിക്കുക. രണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. മൂന്നാമതായി, ദൈവം സൗഖ്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ദൈവത്തെ
ദൈവത്തെക്കുറിച്ച് സൗഖ്യത്തിൻ്റെ കാര്യത്തിൽ ദൈവം തന്നെ ഇടപെടുന്ന വചനം നമുക്ക് ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് തന്നെ പറയുകയാണ്, ഐ ആം ദ ഗോഡ് ഹു ഹീലത്ത് thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് 23-25 നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഐ ആം ദ ഗോഡ് ഹു ഹീലത്ത് thee എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം റാഫ എന്ന പദമാണ്. റാഫ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ 4 തലങ്ങളിൽ ദൈവിക സൗഖ്യം പകരപ്പെടുന്നു എന്നാണ്. ശാരീരിക, ആത്മീക, മാനസിക, സാമ്പത്തിക മേഖലയിലെ സൗഖ്യം. റാഫ എന്ന പദം സാമൂഹിക, സാംസ്കാരിക, ആത്മീക, ബൗദ്ധികപരമായ രംഗങ്ങളിൽ ദൈവം നമുക്ക് സൗഖ്യം തരുന്നു എന്നാണ്. അങ്ങനെയുള്ള ആ ദൈവത്തെ ദൈവം തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ വളരെ ആഴമായിട്ട് പറയുകയാണ്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു. ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തുമ്പോൾ, പുതിയ നിയമത്തിലെ പ്രവചന ആത്മശബ്ദം യെശയ്യാവ് വിളിച്ചു പറയുകയാണ്, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തു കാൽവറിയിൽ അനുഭവിച്ച പങ്കപ്പാടുകൾ മുഴുവൻ നമ്മുടെ പാപത്തിൻ്റെ മേൽ സൗഖ്യം തരുവാൻ വേണ്ടിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് പത്രോസിൻ്റെ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇവിടെ ആഴത്തിൽ അത് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. യേശു പാപങ്ങളെ ചുമന്നു, യേശു കഷ്ടത അനുഭവിച്ചു, ശാപത്തിൻ്റെ ഫലമായി വന്ന മുള്ളും പറക്കാരയും വരെ നീക്കുവാനായി മുൾമുടി അവൻ ശിരസിൻ്റെ മേൽ ധരിച്ചു. അങ്ങനെ മനുഷ്യൻ്റെ സകല പാപങ്ങളും സകല രോഗങ്ങളും സൗഖ്യമാക്കുവാൻ അധികാരമുള്ള യേശു ക്രിസ്തു നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നു. അവൻ്റെ മുറിപ്പാടുകളിൽ നിന്ന് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ രക്തം നമ്മുടെ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതാണ്. ഈ വചനം നാം ചിന്തിക്കുക. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ കുലക്കളത്തിലേക്ക് യേശു ക്രൂശുമേന്തി പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപം മാത്രമല്ല വഹിച്ചത്, രോഗത്തിൻ്റെ മേലും സൗഖ്യം വന്നു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആകയാൽ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് യേശുവിൻ്റെ കരത്താലുള്ള സൗഖ്യത്തിന് ആഗ്രഹിക്കാം. പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന ദൈവജനം തിരിച്ചറിയുക, നാം വിശ്വസിച്ചിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ നമ്മുടെ ദൈവം സൗഖ്യദായകനാണ്. പൂർണ്ണമായി നമ്മെ സൗഖ്യം ആക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഈ പ്രയോഗങ്ങൾക്കെല്ലാം ഉചിതമാകും വണ്ണം ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നു. 17-14 പറയുകയാണ്, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ,
എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം രക്ഷകനാണെന്നും സൗഖ്യദായകനാണെന്നും അവൻ്റെ പുത്രനായ യേശുവിൻ്റെ മുറിപ്പാടിൽ നമുക്ക് സൗഖ്യമുണ്ടെന്നും തിരിച്ചറിഞ്ഞ വ്യക്തികൾ നമ്മുടെ കഴിവ് കൊണ്ടല്ല സൗഖ്യം പ്രാപിച്ചത്, മറിച്ച് യേശു നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നു. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. പലയിടങ്ങളിൽ നമ്മൾ ആശ്രയിക്കാറുണ്ട്. പക്ഷെ ദൈവം എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തും, മനസ്സിനെ ബലപ്പെടുത്തും, ആഴങ്ങളിൽ നമുക്ക് വിടുതൽ നൽകിത്തരും. എന്നെ രക്ഷിക്കണമേ, ഞാൻ രക്ഷപ്പെടുവാൻ വേണ്ടി പലതിനെയും ആശ്രയിക്കുന്നു എന്നല്ല ഇവിടെ യിരെമ്യാവ് പറയുന്നത്. എന്നെ ദൈവം രക്ഷിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ യിരെമ്യാവ് പറയുമ്പോൾ ദൈവം സൗഖ്യമാക്കിയതിനും ദൈവം രക്ഷിച്ചതിനും ദൈവത്തെ പുകഴ്ത്തുന്ന യിരെമ്യാവിൻ്റെ അനുഭവം കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും യിരെമ്യാവ് 33:6 പറയുകയാണ്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെ സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് വരെ ലോകം പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും, ആരോഗ്യം തരാമെന്ന്. ഒരുപക്ഷെ പറഞ്ഞേക്കാം രോഗം ഭേദമാകും. ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയണമെങ്കിൽ വലിയ പ്രതിസന്ധിയാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, ഞാൻ നിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുക മാത്രമല്ല, ഞാൻ നിനക്ക് ആരോഗ്യം കൂടെ തരുന്ന ദൈവമാണ്. അപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ്റെ പുത്രനെ തന്നുകൊണ്ട് അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നുമിരിക്കുകയാണ്. അവൻ ക്രൂശിന്മേൽ കയറിയത് തന്നെ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കുക, ദൈവമേ നീ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. നീ എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയാണ്. ഈ സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ രോഗത്തിലോ ഭാരത്തിലോ ആണെങ്കിൽ നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം മാത്രമല്ല, നിങ്ങളുടെ രോഗത്തിന് ആരോഗ്യം തരുന്ന ദൈവം കൂടെയാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു, രോഗങ്ങൾ വരുമ്പോൾ തമ്മിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം. തമ്മിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്കുണ്ട് എങ്കിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നമ്മുടെ വിഷയങ്ങളെ ഏറ്റുപറഞ്ഞ്, സഭയിലെ മൂപ്പനെ വരുത്തിയോ ദൈവകൃപയുള്ള ഒരു വ്യക്തിയെ വരുത്തിയോ പ്രാർത്ഥിക്കുമ്പോൾ, എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുമെന്നാണ് യാക്കോബ് പറയുന്നത്. യാക്കോബ് 5:14-15 വായിക്കുമ്പോൾ, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിൽ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഉപയോഗിക്കുന്ന നാമത്തിൻ്റെ സവിശേഷതയാണ്, ഉപയോഗിക്കുന്ന വിശ്വാസത്തിൻ്റെ സവിശേഷതയാണ് നമ്മെ സൗഖ്യമാക്കുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം റാഫയാണ്, സൗഖ്യദായകനാണ്, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരും. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാം. അപ്പോൾ തന്നെ ചിലരെ വരുത്തി പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് നമുക്ക് ബലപ്പെടാം. ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സൗഖ്യത്തിന് കാരണമായി തീരും. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം സൗഖ്യദായകനാണ്. ഗോഡ് ഈസ് ഗോഡ് ഓഫ് ഹീലിംഗ്. അവൻ റാഫ, സൗഖ്യദായകനാണ്. ആ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. വിശുദ്ധ ബൈബിൾ സൗഖ്യത്തിൻ്റെ കലവറയാണ്. ആർക്ക്? ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, വചനത്തെ അനുസരിക്കുന്നവർക്ക്, ദൈവം സൗഖ്യദായകനാണെന്ന് തിരിച്ചറിയുന്നവർക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം സൗഖ്യദായകനാണ്.
അവൻ്റെ പുത്രൻ്റെ അടിപ്പിണർ നമുക്ക് സൗഖ്യം വരുത്തിയിരിക്കുന്നു. ആകയാൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിൻ്റെ കലവറ വിശുദ്ധ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിശുദ്ധ വചനത്തിൻ്റെ അധികാരത്തിൽ നിൻ്റെ ജനത്തെ സൗഖ്യമാക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവം റാഫയാണ്. ഐ എം ദ ഗോഡ് ഹു ഹീലത്ത് ദീ എന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവമാണ്. രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കണമേ. ദൈവകൃപ പകരണമേ. ഈ വചന കേൾവി മുഖാന്തരം ഒരു അനുഗ്രഹം കേൾവിക്കാരിൽ സംജാതമാകണമേ. പുത്രൻ്റെ മഹത്വവും സൗഖ്യവും വെളിപ്പെടണമേ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വരുത്തിയതോർത്ത് സ്തോത്രം. തമ്മിൽ പ്രാർത്ഥിപ്പാൻ, ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.